നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാനായുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. അഭീഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയും എല്ലാത്തിലുമുപരി അന്നപൂർണേശ്വരിയുമായ സാക്ഷാൽ ആറ്റുകാൽ പൊന്നുതമ്പുരാട്ടിയുടെ പൊങ്കാല ദിവസമാണ് നാളത്തെ ദിവസം ഭഗവതിയുടെ സാന്നിധ്യം ഓരോ വീടുകളിലും ഉണ്ടാവുമെന്നാ പറയുന്നത്. ഭഗവതി നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പൊങ്കാല ഇട്ടാലും, നിങ്ങൾ പൊങ്കാല ഇടുന്നവരാണെങ്കിലും അല്ലെങ്കിലും, എല്ലാ സ്ത്രീകളും നാളത്തെ ദിവസം ഞാൻ ഈ പറയുന്ന ഒരേ ഒരു ആറ്റുകാലമ്മയുടെ രഹസ്യ മന്ത്രം ഒന്ന് ചൊല്ലണം കേട്ടോ. പൊങ്കാല ഇടാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ടതാ, ഈ മന്ത്രം ചൊല്ലി ആറ്റുകാലമ്മയെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും പൊന്നുതമ്പുരാട്ടി തീർത്തു തരും. അമ്മ ഇറങ്ങി വരും നിങ്ങളുടെ കണ്ണീരൊപ്പാൻ, നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറ്റി തീർക്കാൻ. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യവും എല്ലാം അമ്മ നോക്കിക്കൊള്ളും എന്നുള്ളതാണ്. അപ്പൊ ഇത് കാണാൻ സാധിച്ചത് ഒരു നിമിത്തമായിട്ട് കരുതുക. ഒരുപക്ഷെ ഭഗവതി ആയിരിക്കും എന്നെ കൊണ്ട് ഇത് പറയിച്ചതും നിങ്ങളിത് കേൾക്കാൻ ഇടയായതും. അമ്മയെ അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല പോലും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. എല്ലാവരും, സ്ത്രീകളായിട്ടുള്ള ആരൊക്കെയുണ്ടോ എല്ലാവരും നാളെ ആറ്റുകാലമ്മയുടെ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നിങ്ങളിത് കാണുമ്പം നിങ്ങൾക്ക് ആരൊക്കെ സുഹൃത്തുക്കള്, പരിചയക്കാര്, മറ്റ് സ്ത്രീകള് ആരൊക്കെ ഹൈന്ദവ വിശ്വാസികളായിട്ടുണ്ടോ അവർക്കെല്ലാം ഈ മന്ത്രം അയച്ചു കൊടുക്കണം. അവരോടെല്ലാം ഇത് കേട്ട് ഭഗവതിയോട് ഇത് പ്രാർത്ഥിക്കാൻ പറയണം. അമ്മയോട് ഇത് പ്രാർത്ഥിക്കുന്ന നിങ്ങളൊരു 100 പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും പേരുടെ പുണ്യവും കൂടെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ എത്ര പേർക്ക് ഈ മന്ത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറയുക, ഇത് കേൾക്കാൻ പറയുക. ആറ്റുകാലമ്മയെ നാളെ പൊങ്കാല ഇട്ടാലും ഇല്ലെങ്കിലും ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കൂ. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, പൊങ്കാല ഇടുന്നവരാണ് എന്നുണ്ടെങ്കിൽ പൊങ്കാല ഇടുന്ന സമയത്തോ, അല്ലെങ്കിൽ പൊങ്കാല തിളച്ചു തൂവുന്ന സമയത്തോ, അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് നേദിക്കാനായിട്ട് നിങ്ങൾ ആ പുണ്യാഹം തളിക്കുന്ന നേരത്തോ ഐശ്വര്യമായിട്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. പൊങ്കാല വിളക്ക് കത്തിച്ച് എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് അരിയൊക്കെ ഇട്ട് പൊങ്കാല തിളയ്ക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ചൊല്ലാവുന്നതാണ്. പൊങ്കാല ഇടാത്തവരാണ് എന്നുണ്ടെങ്കിൽ, ചിലർ പൊങ്കാല ഇടത്തില്ല, പൊങ്കാല ഇടാതെ തന്നെ നാളത്തെ ദിവസം ഭഗവതിയെ പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്തോ, അതുമല്ലെന്നുണ്ടെങ്കിൽ രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് ഒരു വഴിക്ക് പോകാനായിട്ട് ഇറങ്ങി വരുമല്ലോ, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കടക്കാൻ വരുമല്ലോ കുളിച്ച് ശുദ്ധിയായി വരുമ്പം, അന്നേരം കിഴക്കോട്ട് തിരിഞ്ഞു നിന്നായാലും ഈ മന്ത്രം ചൊല്ലിയാൽ മതി എന്നുള്ളതാണ്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണ് എന്നുണ്ടെങ്കിലും ശുദ്ധവും വൃത്തിയുമായിട്ട് ഐശ്വര്യമായിട്ട് ഒരിടത്ത് ഇരുന്നു കൊണ്ട് അമ്മയുടെ ഈ മന്ത്രം ചൊല്ലുക എന്നുള്ളതാണ്. കുളിച്ച് ശുദ്ധിയായി വന്ന് ഐശ്വര്യമായിട്ട് ഒരിടത്തിരുന്നു കൊണ്ട് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച്, ആറ്റുകാലമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ചൊല്ലുക. പൊങ്കാല ഇടണമെന്ന് നിർബന്ധമില്ല, പൊങ്കാല ഇട്ടില്ലെങ്കിലും ഇത് തൊഴാവുന്നതാണ്. അപ്പൊ ആർത്തവ അശുദ്ധി സമയത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചൊല്ലണ്ട, ഇതിൽ നിന്ന് മാറി നിൽക്കാവുന്നതാണ്. നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടുള്ള ദിവസമാണ്. നിങ്ങളിത് ചൊല്ലിയില്ലെങ്കിലും നിങ്ങളെ അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. മറ്റുള്ള എല്ലാ സ്ത്രീകളും, നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എല്ലാവരും ഇത് അമ്മയെ പ്രാർത്ഥിക്കാൻ പറയുക, ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുക. അതിൻ്റെ ഐശ്വര്യം എല്ലാവർക്കും കിട്ടും. നിങ്ങൾ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലും ഭഗവതി അനുഗ്രഹം ചൊരിയും എന്നുള്ളതാണ്. നാളെ നമ്മളെല്ലാവരും ചേർന്ന് ഈ മന്ത്രം ചൊല്ലാൻ പോവാം. മന്ത്രം ഇങ്ങനെയാണ്: ഓം അംബികായേ നമ, ഓം പത്മനാഭ സഹോദരിയേ നമ, ഓം ലളിതായേ നമ. ഈ 3 മന്ത്രങ്ങളും മനസ്സിരുത്തിക്കൊണ്ട്, ഹൃദയത്തിൽ തൊട്ടുകൊണ്ട്, നിങ്ങളുടെ കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൈ കൂപ്പി പിടിച്ചുകൊണ്ട്, ഹൃദയത്തോട് ചേർത്ത് കൈ കൂപ്പി പിടിച്ചുകൊണ്ട് എല്ലാ സ്ത്രീകളും ഓം അംബികായേ നമ, ഓം പത്മനാഭ സഹോദരിയേ നമ, ഓം ലളിതായേ നമ എന്ന് ഈ 3 മന്ത്രങ്ങൾ ചേർത്ത് ഒന്നിച്ച് ഒരു തവണ ഏറ്റവും കുറഞ്ഞത് ചൊല്ലുക. 12 തവണ ചൊല്ലുന്ന ഏറ്റവും നല്ലത്. പൊങ്കാല ഇടുന്ന എല്ലാവരും 12 തവണ ചൊല്ലുക കേട്ടോ. പൊങ്കാല ഇടുന്ന സമയത്ത് എല്ലാവരും 12 തവണ. എങ്ങനെയാണ്? ഓം അംബികായേ നമ, ഓം പത്മനാഭ സഹോദരിയേ നമ, ഓം ലളിതായേ നമ
എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഭഗവതിയോട് പറയാനുണ്ടെങ്കിലും, എന്തൊക്കെ ആഗ്രഹങ്ങൾ ഭഗവതിയോട് പറയാനുണ്ടെങ്കിലും, എന്തൊക്കെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഭഗവതിയോട് പറയാനുണ്ടെങ്കിലും, എന്ത് വേണമെന്നുണ്ടെങ്കിലും, എന്ത് സങ്കടം തീർത്തു തരണമെന്നുണ്ടെങ്കിലും അതെല്ലാം അമ്മയോട് അങ്ങ് പറയുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ നേർച്ചകളുള്ളവർ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അഭിലാഷങ്ങൾ സാധ്യമാക്കി എടുക്കേണ്ടവർ, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അങ്ങനെയുള്ള എല്ലാവരും നാളത്തെ ദിവസം ഈ മന്ത്രം ചൊല്ലിയിട്ട് 12 തവണയോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഏറ്റവും കുറഞ്ഞത് 1 തവണയെങ്കിലും ചൊല്ലിയിരിക്കണം. ആർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. എല്ലാവർക്കും വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് ഐശ്വര്യമായിട്ട് ചൊല്ലാവുന്നതാണ്. കുളിച്ച് ശുദ്ധിയായി വന്ന് ചെയ്യണമെന്ന് മാത്രം, ചൊല്ലണമെന്ന് മാത്രം. ഇപ്പം രാവിലെയോ നാളെ പൊങ്കാല ഇടുന്ന സമയത്തോ ചെയ്യുക. എന്താഗ്രഹം ഉണ്ടെങ്കിലും ചോദിക്കുക. അടുത്ത പൊങ്കാലയ്ക്ക് മുമ്പ് അത് നടന്നു കിട്ടിയിരിക്കും, യഥാസമയത്ത് നടന്നു കിട്ടിയിരിക്കും, ഐശ്വര്യമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ പൊങ്കാല ഇടുന്നവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പൊങ്കാല ഇടുന്നവർ ചില മന്ത്രങ്ങൾ ചൊല്ലുന്നത്, ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഏറ്റവും ഗംഭീരമായിരിക്കും കേട്ടോ. അതും കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അമ്മമാര് പൊങ്കാല ഇടുന്നത്. അതായത് പൊങ്കാല ഇടുന്ന സമയത്ത് ഒരുപാട് അമ്മമാര് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ മക്കൾക്ക് നല്ലത് വരണേ, എനിക്കൊന്നും നല്ലത് വന്നില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരണം, അതിനു വേണ്ടിയിട്ടാണ് അമ്മേ ഞാൻ ഈ പൊങ്കാല ഇടുന്നത് എന്ന് വിചാരിച്ച് മക്കളുടെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ദീർഘായുസിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഒരുപാട് അമ്മമാര് പൊങ്കാല ഇടാറുണ്ട്. ആ അമ്മമാരോടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാരും പൊങ്കാല ഇടുന്നവർ ഞാൻ ഈ പറയുന്ന മന്ത്രം നാളത്തെ ദിവസം ചൊല്ലണം കേട്ടോ. ഇനി പൊങ്കാല ഇടാൻ പറ്റിയില്ലെങ്കിലും നിലവിളക്ക് കത്തിച്ചായാലും കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് ആറ്റുകാലമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പൊങ്കാല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഈ മന്ത്രം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടി പറയണം കേട്ടോ, പറഞ്ഞ് ചൊല്ലണം കേട്ടോ. മന്ത്രം ഇങ്ങനെയാണ്: ഓം ധാത്രിയേ നമ, ഓം കുമാരിയേ നമ, ഓം ആര്യായേ നമ. ഈ 3 മന്ത്രവും ചേർത്ത് ഒന്നിച്ച് ചൊല്ലണം. എങ്ങനെയാണ്? ഓം ധാത്രിയേ നമ, ഓം കുമാരിയേ നമ, ഓം ആര്യായേ നമ. ഈ മന്ത്രം എല്ലാവരും 3 തവണ ചൊല്ലണം. അതായത് 3 മന്ത്രം ചേരുന്ന ഒറ്റ ഇതായിട്ടാണ് ചൊല്ലേണ്ടത്. അങ്ങനെ 3 തവണ ഇത് ചൊല്ലണം. ഓം ധാത്രിയേ നമ, ഓം കുമാരിയേ നമ, ഓം ആര്യായേ നമ. ഇത് ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ, എന്തെങ്കിലും അവരുടെ ജോലിക്കാരിയോ അല്ലെ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളോ അവർക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ അതിനെപ്പറ്റിയോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതെല്ലാം പൊന്നുതമ്പുരാട്ടി ഭഗവതി ആറ്റുകാലമ്മയോട് അങ്ങ് പറയുക എന്നുള്ളതാണ്. ഇതാണ് മക്കളുടെ കാര്യത്തിന് വേണ്ടി. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ, ബാധ്യതകൾ, സാമ്പത്തിക ദുരിതങ്ങളൊക്കെ ഉള്ളവർ പൊങ്കാല ഇടുന്നവരുണ്ടെങ്കിൽ, പൊങ്കാല ഇടുന്നവരുടെ കൂട്ടത്തിൽ സാമ്പത്തിക ദുരിതങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ കാരണം കിടന്ന് ജീവിതത്തിൽ വല്ലാതെ മനപ്രയാസപ്പെടുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കടങ്ങൾ തീരാനായിട്ട് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം കേട്ടോ. ഈ മന്ത്രം അങ്ങ് ചൊല്ലണം. ഓം ഭുവനേശ്വരിയേ നമ. പൊങ്കാല തിളച്ചു തൂവുന്ന ആ ഒരു സമയത്ത് 108 തവണ ഓം ഭുവനേശ്വരിയേ നമ, ഓം ഭുവനേശ്വരിയേ നമ, ഓം ഭുവനേശ്വരിയേ നമ. എൻ്റെ എല്ലാ കടദുഃഖങ്ങൾ, ബാധ്യതകൾ തീർത്തു തരണേ പൊന്നു തമ്പുരാട്ടി, ഓം ഭുവനേശ്വരിയേ നമ എന്ന് 108 തവണ ചൊല്ലുക. ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് കേട്ടോ. 108 തവണ പൊങ്കാല ഇടുന്ന എല്ലാവരും നിങ്ങളുടെ കടബാധ്യതകൾ, ദുരിതങ്ങൾ തീരണമെന്നുണ്ടെങ്കിൽ ഓം ഭുവനേശ്വരിയേ നമ മന്ത്രം ചൊല്ലണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹം നടക്കാത്ത ഒരുപാട് പെൺകുട്ടികൾ, ഒരുപാട് പുരുഷന്മാരൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് വിവാഹം നടന്നു കിട്ടാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മന്ത്രം ചൊല്ലാം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ വിവാഹം നടക്കാതിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ വിവാഹം നടക്കാതെ വിഷമിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പൊങ്കാല ഇടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വിവാഹപ്രായമായി നിൽക്കുന്ന, വിവാഹാലോചനകളൊക്കെ നോക്കി തുടങ്ങുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഞാൻ മന്ത്രം പറഞ്ഞു തരാം. മന്ത്രം ചൊല്ലി അങ്ങ് പ്രാർത്ഥിക്കുക. നല്ല വരനെ കിട്ടാനും, വേഗം വിവാഹം നടക്കാനും, ഉത്തമ ബന്ധം ലഭിക്കാനും, ആ ബന്ധത്തിന് എല്ലാ രീതിയിലുള്ള ആയുസ്സും എല്ലാത്തരം ഐശ്വര്യങ്ങളും ലഭിക്കാനും, ദീർഘ സുമംഗലി യോഗം ലഭിക്കാനും ഇത് ഗംഭീരമായിരിക്കും എന്നുള്ളതാണ്. മന്ത്രം ഇങ്ങനെയാണ്: ഓം മഹാത്രിപുര സുന്ദരിയേ നമ, ഓം പരമേശ്വരിയേ നമ, ഓം സുമംഗല്യേ നമ. എങ്ങനെയാണ്? ഓം മഹാത്രിപുര സുന്ദരിയേ നമ, ഓം പരമേശ്വരിയേ നമ, ഓം സുമംഗല്യേ നമ. ഈ 3 മന്ത്രം ചേരുന്നത് ഒന്നിച്ച് ഏറ്റവും കുറഞ്ഞത് 3 തവണ ചൊല്ലി പ്രാർത്ഥിക്കുക. വിവാഹം ആകാത്ത പെൺകുട്ടികൾ, വിവാഹപ്രായം എത്തി നിൽക്കുന്നവരൊക്കെ ഉണ്ട്, വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഇത് ചൊല്ലാവുന്നതാണ്. അതുപോലെ സ്വന്തമായൊരു വീട്
ഒരു സ്വന്തമായ ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നം, ഒരുപാട് പേര് വാടക വീട്ടിലും അല്ലെങ്കിൽ വീടില്ലാതെയൊക്കെ കഴിയുന്നവരുണ്ട്. ഇപ്പം സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം കണ്ട് പൊങ്കാല ഇടുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം, എല്ലാവരും ഇത് ചൊല്ലണം കേട്ടോ. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം ആർക്കൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ടോ, ഈ മന്ത്രം 3 തവണ ചൊല്ലി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ആ സ്വപ്നം വേഗം സാക്ഷാത്കരിക്കപ്പെടും. കഴിയുന്നതും അടുത്ത കൊല്ലത്തിനകത്ത് തന്നെ അതിനൊരു മാറ്റം ഉണ്ടാകും, അതിനൊരു ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്നുള്ളതാണ്. പൊങ്കാല ഇടുന്നവര് നിർബന്ധമായിട്ടും സ്വന്തമായി വീടെന്ന സ്വപ്നമുള്ളവര് ഓം കുലജായേ നമ, ഓം സലജായേ നമ, ഓം ത്രൈലോക്യ വാസിന്യേ നമ. എങ്ങനെയാണ്? ഓം കുലജായേ നമ, ഓം സലജായേ നമ, ഓം ത്രൈലോക്യ വാസിന്യേ നമ. ഈ 3 മന്ത്രവും ഒന്നിച്ച് ഏറ്റവും കുറഞ്ഞത് 3 തവണ ചൊല്ലുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്വപ്നം പൂവണിയും. സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം എല്ലാവർക്കും സാക്ഷാത്കരിച്ച് കിട്ടുന്നതാണ്. പൊങ്കാല ഇടുന്ന എല്ലാവരും, വീടെന്ന് പറയുന്ന ആഗ്രഹമുള്ള എല്ലാവരും ഈ മന്ത്രം ചൊല്ലി ഭഗവതിയോട് നിങ്ങളുടെ സ്വപ്നം, ആഗ്രഹം പറയുക. അതിനുള്ള വഴി ഭഗവതി തെളിയിച്ചു തരും എന്നുള്ളതാണ്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നു, പൊങ്കാലയ്ക്ക് അരിയിടുന്ന സമയത്ത് എല്ലാവരും നിങ്ങൾ നിർബന്ധമായിട്ടും ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി ആറ്റുകാലമ്മ നമോസ്തുതേ എന്ന് പറഞ്ഞുകൊണ്ട് അരിയിടുക. അതുപോലെ തന്നെ അന്നപൂർണേശ്വരി ദേവിയെ കൂടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഓം അന്നപൂർണയേ നമ. എങ്ങനെയാണ്? ഓം അന്നപൂർണയേ നമ. ഇത് പൊങ്കാല ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പൊങ്കാല ഇടുന്ന എല്ലാവരും അരിയിടുന്ന സമയത്ത് ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി ആറ്റുകാലമ്മ നമോസ്തുതേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. ഓം അന്നപൂർണേ നമ എന്നുകൂടി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഓം അന്നപൂർണേശ്വരി ദേവിയെ നമ എന്ന് പ്രാർത്ഥിക്കുക. അരിയിടുക. ഐശ്വര്യമായിട്ട് സർവം മംഗളമായി കിട്ടും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, കട്ട വയ്ക്കുന്ന സമയത്ത് ആദ്യം ഓം ഗം ഗണപതയെ നമ ചൊല്ലിക്കൊണ്ട് വേണം കട്ട വയ്ക്കാനായിട്ട്. വലതുവശത്തെ കട്ട വയ്ക്കാം, ഓം ഗം ഗണപതയെ നമ പറഞ്ഞുകൊണ്ട്. ഇടതുവശത്തെ കട്ട വയ്ക്കുന്ന സമയത്ത് ഓം നമശിവായ ചൊല്ലിക്കൊണ്ട് വയ്ക്കാം. അതുപോലെ തന്നെ 3ാമത്തെ കട്ട വയ്ക്കുന്ന സമയത്ത് ഓം ഹ്രീം ആറ്റുകാലമ്മേ നമ അല്ലെങ്കിൽ ഓം ആറ്റുകാലമ്മേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വെച്ച് പൊങ്കാലയൊക്കെ ഇട്ട് ഐശ്വര്യമായിട്ട് ഭഗവതിയുടെ അനുഗ്രഹം തേടുക. ആദ്യം പറഞ്ഞു തന്ന മന്ത്രം, ഏറ്റവും ആദ്യം എല്ലാവരും ചൊല്ലണമെന്ന് പറഞ്ഞു തന്ന മന്ത്രം നിങ്ങൾക്ക് ആരൊക്കെ സുഹൃത്തുക്കൾ പരിചയക്കാരുണ്ടോ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുക. അവരെല്ലാം ആ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കട്ടെ. എത്രത്തോളം പേര് അത് ചൊല്ലി പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം പേരിലുള്ള ആ ഒരു ചൈതന്യവും ഐശ്വര്യവും കൂടെ നിങ്ങളിലേക്കും അതിൻ്റെ ഒരു ഭാഗം വന്നു ചേരും എന്നുള്ളതാണ്. എല്ലാവരും ചൊല്ലി പ്രാർത്ഥിക്കണം. മന്ത്രം ഒരിക്കൽ കൂടി അവസാനമായി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓം അംബികായേ നമ, ഓം പത്മനാഭ സഹോദരിയേ നമ, ഓം ലളിതായേ നമ. ഈ 3 മന്ത്രം, ആറ്റുകാലമ്മയുടെ മന്ത്രം നാളത്തെ ദിവസം ചൊല്ലുന്ന ആരാണോ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, സ്ത്രീകൾ മാത്രമാക്കണ്ട, പുരുഷന്മാരും ചൊല്ലിക്കോളൂ, ഏറ്റവും നല്ലത് തന്നെ. അവരുടെ ജീവിതത്തിൽ ഭഗവതി പൊന്നുതമ്പുരാട്ടി എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും നീക്കി ഐശ്വര്യം പ്രദാനം ചെയ്യും. അച്ചിട്ടായ കാര്യമാണ്, ഇതാരും പറഞ്ഞു തരാത്ത കാര്യമാണ്. ചെയ്യൂ. അമ്മ അനുഗ്രഹിക്കട്ടെ. നന്നായി വരട്ടെ. നന്ദി. നമസ്കാരം.